അപ്പോൾ നമ്മൾ സത്യം മാത്രം പറയണം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ. നമ്മൾ പറയരുത്. നാളെ ഹർത്താൽ, അവിടെ നിന്ന് കിട്ടിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് എന്തിന്? ഒന്നാമത് നമുക്കുള്ളൊരു സൂക്കേട് എന്താണെന്ന് വെച്ചാൽ ഞാനായിരിക്കണം ഫസ്റ്റ് അറിയിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ്. അതിനൊന്നും വലിയ കാര്യമില്ല. ഉറപ്പുള്ളത് മാത്രം മെസ്സേജ് അയക്കുക, ഉറപ്പുള്ളത് മാത്രം പറയാം. ഇന്ന സ്വലാത്തെല്ലിയാൽ 10 കോടി സ്വലാത്തെല്ലിയ കൂലി. എനിക്കറിയോ? അറിയില്ല. പിന്നെ എന്തിനാ? അല്ല ഉസ്താദ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് അല്ല ആരെങ്കിലും ചെല്ലിയ കൂലിയല്ലേ. എന്തിനാ അറിയാത്ത കാര്യം പറയണത്? അറിയാത്തത് എന്തിനാ പറയാൻ നിൽക്കണത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, വിവരമില്ലാത്ത കാര്യം പറയരുത്. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയരുത്. അല്ലെങ്കിലും നമ്മളൊരു അടിസ്ഥാനപരമായ തിയറി മറന്നു പോകാൻ പാടില്ല. എന്ത്? ഒരു നബിയുടെ കൂലിയും നമുക്ക് എന്തായാലും കിട്ടൂല. നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹദീസ് എന്ന് തോന്നുന്ന അറബി പദം കണ്ടു എന്ന് വിചാരിച്ചിട്ട് വേഗം വിഴുങ്ങരുത്. ഇന്നാലും നമസ്കാരം ജമാഅത്തോടെ നിർവഹിച്ചാൽ ദാവൂദ് നബിയുടെ 50 കൊല്ലത്തെ കൂലി. പാവ ദാവൂദ് നബി ഇത്ര കഷ്ടപ്പെട്ടിട്ട് 50 കൊല്ലം എടുത്തതേ ഒരാൾ ഒരു നിസ്കാരത്തിന്. അങ്ങനെയൊന്നും കിട്ടൂല ചങ്ങായിമാർ. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സ്വഹാബിയാവാൻ നമുക്ക് കഴിയോ? ഇല്ലല്ലോ. ചില പാട്ടുകളിലൊക്കെ ചിലപ്പം വരും, ഞാൻ ആ കാലത്ത് ജനിച്ചിനെങ്കിൽ സ്വഹാബിയാവുന്നു. ഷെഹറാനിമാ പറയുന്നത് മിക്കവാറും ഉത്തുബത്ത് ശൈബത്താവാനാ സാധ്യത. മിണ്ടാണ്ടെന്നോട് ആ കാലത്ത് വന്ന ഒരു നബിയെ ഈ കാലത്ത് വിശ്വസിക്കാൻ അള്ളാഹ് തൗഫീഖ് തന്നതിൽ അൽഹംദുലില്ലാ പറയേ വേണ്ടത്. ആ കാലത്ത് സ്വഹാബത്തിൻ്റെ ഖുവ്വത്തുൽ ഈമാൻ കൊണ്ട് അവർക്കത് കിട്ടിയത്. ഖുവ്വത്തുൽ ഈമാൻ കൊണ്ട്. താബീങ്ങൾക്ക് ഖുവ്വത്തുൽ അമൽ കൊണ്ടാണ് കിട്ടിയത്. നമുക്കേതായാലും അതില്ല. ഒരു സ്വഹാബി എന്നെല്ലാം പറഞ്ഞ ചില്ലറയാ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സെക്കൻഡ് കണ്ടാൽ 1000കണക്കിന് കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്ത് ചെയ്ത് ഇസ്തിഖാമത്ത് കിട്ടിയാൽ ഒരാൾക്ക് എന്ത് ഈമാൻ ഉണ്ടാവോ അതിനേക്കാൾ വലിയ ഈമാനാണ് ഒരാൾ നേരിട്ട് തങ്ങളെ കണ്ടാൽ കിട്ടുക. സുബ്കി ഇമാമിൻ്റെ വിശദീകരണം കാണാം. ഒരു ലഹള. അങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നിന്ദിക്കുന്ന ത്വരീഖത്താ സർക്കാർ ത്വരീഖത്ത്. അതിൻ്റെ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ, സ്വഹാബിമാരെ നിന്ദിക്കുന്നവർ. സ്വഹാബത്തിനെ ഒരാൾ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തലക്ക് വെളിവില്ല, ബുദ്ധിയില്ല എന്നാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഈ മാസത്തിൻ്റെ നായകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു നമ്മളെയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു അമൽ ചെയ്താൽ ഇന്ന് മഹാൻ്റെ കൂലി എന്നൊന്നും പറയണത് പോസിബിൾ അല്ല. എങ്ങനെ ഉണ്ടാവില്ല? തിരിച്ചു അങ്ങനെ തന്നെ. ചെറിയൊരു കറാഹത്ത് പോലും അല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് ഇത്ര കൊല്ലത്തെ അമൽ പൊളിഞ്ഞു പോയി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. 38 വയസ്സുള്ള ഒരാൾ എന്തെല്ലാം സുഖം തന്നെയെന്ന് ചോദിക്കുമ്പോൾ 40 കൊല്ലത്തെ അമൽ പൊളിഞ്ഞു പോയി. ഇനി ഇയാൾ എന്തിനാണ് 2 കൊല്ലം ജീവിക്കുന്നത്? അങ്ങനെ ഉണ്ടാവുമോ? നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു അടിസ്ഥാന തിയറിയാണ്. നമ്മൾ പറയുന്നതൊക്കെ സത്യമാവണം. ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ എല്ലാം ഷെയർ ചെയ്യരുത്. അതിന് നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ തലയെടുപ്പുള്ള ഉസ്താദുമാരുണ്ട്, അവർ പറഞ്ഞാൽ നമ്മൾ പറയാം. ഇത്ര തന്നെ. ആയത്തുൽ കുർസിക്ക് 38 നേട്ടങ്ങൾ, എന്നിട്ട് ബ്രാക്കറ്റിൽ 38 എഴുതിയിട്ട് നബി വചനം എന്ന്. അതിൽ 37 ശരിയാന്ന് വിചാരിച്ചോ? ഒന്ന് കളവായ നമ്മൾ കുടുങ്ങിയില്ലേ? റസൂലുള്ളാഹിൻ്റെ പേരിലല്ലേ കള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണയാണോ ഒരാൾ വേറൊരാളുടെ പേരിൽ കള പറഞ്ഞാൽ ഹറാം സാധാരണ രീതിയിൽ? തങ്ങളെ പേരിൽ കള പറഞ്ഞാൽ വൻദോഷല്ലേ? കുടുങ്ങൂലേ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഉള്ളത് മാത്രം പറയണം, സത്യം മാത്രം. എവിടെ എത്തി? ഇതാ എത്തിന്ന്. എത്തിയ സ്ഥലം കറക്റ്റ് പറയണം എന്ന്. കളവറിയരുത്. ആ കളവറിട്ട് ഇവിടെ വയല് പറയാൻ വന്നിട്ട് എന്നെ ഇപ്പോൾ സംഘാടകർ കാത്തിരിക്കുന്നു. എവിടെത്തി? എവിടെത്തി ഇതാ. അപ്പം അവർ യഥാർത്ഥ സ്ഥലം പറഞ്ഞാൽ പ്രശ്നമാവെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലം പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സത്യം പറയണമെന്ന് വയല് പറഞ്ഞാൽ ഈ നാവ് കൊണ്ട് എന്തും പല ഉണ്ടാവുക. നമ്മൾ ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പഠിച്ചതന്നെ എന്താ കാര്യം? ജീലാനി തങ്ങൾ 1,00,000-ലധികം ആൾക്കാർ അവിടുത്തെ വയല് കേട്ട് ക്ലാസ് കേട്ടിട്ട് നന്നായതായി ചരിത്രത്തിൽ വായിക്കാം അല്ലേ? ജീലാനി തങ്ങളുടെ വയല് കേട്ടിട്ട് 1,00,000+ ആൾക്കാർ തൗബ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം തൗബ ചെയ്തത് ആരാ? ജീലാനി ശൈഖുള്ളാഹിൻ്റെ ബഗ്ദാദിലേക്കുള്ള യാത്രയിൽ കൊള്ളക്കാർ പിടിച്ച ചരിത്രം നമുക്കറിയാം. ആ കൊള്ളക്കാർ ഓരോരാളെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന അർത്ഥത്തിൽ ഒന്നുമില്ലല്ല ഉണ്ട്
ഉണ്ട് എന്നാ. എന്തുണ്ട്? സ്വർണ്ണമുണ്ട്. പറ്റിക്കാണോ? നമ്മളെ ട്രോള് കാണോ? അല്ലല്ല. എവിടെ ഉണ്ട്? കുപ്പായത്തിൻ്റെ ഉള്ളിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. എന്നിട്ട് അവരുടെ ക്യാപ്റ്റൻ, കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ ചോദിച്ച്, മോൻ്റെ കയ്യിൽ എന്താ? സ്വർണ്ണമുണ്ട്. ഉള്ള തന്നെ. നമ്മളാരാന്നറിയില്ലേ? കൊള്ളക്കാരാന്നറിയാം. എന്നാ പുറത്തെടുത്ത് മോനെന്തേ ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണം, സത്യം പറയാനുള്ള കാരണം എന്താ പറയാനുള്ള കാരണം? എന്താണ് കാരണം എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളുടെ ഒരു ഡയറിയിൽ എഴുതിയാൽ അരവരിയേ ഉള്ളൂ. പക്ഷെ ആ അരവരി കൊണ്ടാണ് ആ കൊള്ളക്കാർ മുഴുവനും കൊള്ളപ്പണി നിർത്തിയത്, പിടിച്ചെടുത്ത സ്വത്ത് സാധ്യമായ രീതിയിൽ തിരിച്ചു കൊടുത്തത്, തൗബ ചെയ്തത്, സൂഫിയാക്കളായത്, നന്നായത്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളന് കയ്യിലെ പൊന്നു കൊടുത്തവരായി ഇന്നും നാട്ടുകാർ നന്നായിക്കൊണ്ടിരിക്കുന്നത്. അതേ. എന്താ മോനെ തുറന്നു പറയാനുള്ള കാരണം? മോൻ തുറന്നു പറയും മോനെ. മോൻ എന്താ പറഞ്ഞത്? എന്താ പറയുന്നത്? എന്താ കാരണം മോൻ ഇങ്ങനെ പറയാനുള്ള കാരണം? എൻ്റെ ഉമ്മ പറഞ്ഞന് മോനെ ആരോട് കളവ് പറഞ്ഞു പറ്റിക്കല്ലേ. ആ വരിയായിരുന്നു കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇപ്പോഴും നന്നായിക്കൊണ്ടിരിക്കണം. എൻ്റെ ഉമ്മ പറഞ്ഞന് മോനെ ആര് കളവ് പറഞ്ഞു പറ്റിക്കല്ല മോനെ. കൊൻ സ്വാദിക്കൻ കമാ റബ്ബൈതുക. കണ്ടകള്. ഈ അടുത്ത് എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു സുഹൃത്ത് എന്നോടത്ത് ഒരു അനുഭവം പറഞ്ഞു. അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ടാബ് വീണ് പൊട്ടി. ടാബ് വീണ് പൊട്ടി. ഈ ടാബ് വീണ് പൊട്ടിയപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മ ഭാര്യൻ്റെ അനുജനോടും അനുജത്തിനോടും ചോദിച്ചോലു, ഇതാരാ പൊട്ടിച്ചത്? നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ തരാത്തതുകൊണ്ട് നിങ്ങൾ പൊട്ടിച്ചല്ലേ? അല്ല സത്യം പറയണം. അല്ലല്ല നമ്മളല്ല. ഉറപ്പാണ് നമ്മളല്ല. പിന്നെ ആരാ ഇത് പൊട്ടിക്കാൻ സാധ്യത? ഇതാര് പൊട്ടിക്കാനാ സാധ്യത എന്ന് ചോദിച്ചു. ഇവര് ഇരുന്നോട്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇരിക്കാനാ പറയും തങ്ങള്. അപ്പൊ ഈ കുട്ടിനോടേ, ഈ രണ്ട് കുട്ടികളോട്, അഥവാ ഇവൻ്റെ ഭാര്യൻ്റെ അനുജനോടും അനുജത്തിനോടും ഈ ഉമ്മ ചോദിച്ചത്രേ, നിങ്ങളല്ലാതെ ഈ ടാബ് പിന്നെ ആരാ പൊട്ടിക്കലേന്ന്? പിന്നെ ആകെ ഉള്ളത് ഈ വീട്ടിൽ എന്നോട് കഥ പറയുന്ന സുഹൃത്തിൻ്റെ മോനാണ്. അത് ചെറുതാണ്, 4 വയസ്സേ ആയിട്ടുള്ളൂ. ഓനേതായാലും ഈ തട്ടിൻ്റെ മേലെ കയ്യെത്തൂല. തട്ടിൻ്റെ മേലെയായിരുന്നു ടാബ് വെച്ചിരുന്നത്. അതെന്തായാലും പോസിബിൾ അല്ല. നിങ്ങളാണ് പൊട്ടിച്ചത്, സത്യം പറയണം. ഈ ചോദ്യത്തിൻ്റെ ഇടയിൽ ഈ ഉമ്മ ഈ കുട്ടിനോട് ഉമ്മാമ്മ എന്ന അർത്ഥത്തിൽ മോനല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോട്ട പറഞ്ഞ്, LKGയിലെ ചോട്ട പറഞ്ഞു, ഞാൻ എന്നെ ഉമ്മാമ്മ. നീ എങ്ങനെ ഈ ടാബ് പൊട്ടിച്ചത്? അത് ബാറ്റ് ബോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റൂള് വെച്ചിട്ട് തട്ടിൻ്റെ മേലെ കൈ വെച്ചപ്പോൾ ടാബ് തട്ടിയിട്ട് വീണ് പൊട്ടിയതാണ്. അത് ശരി. നീ എന്താ സത്യം പറയാനുള്ള കാരണം? ഉമ്മാമല്ലേ മിന്നാന്ന് പറഞ്ഞ എന്ത് ജീലാനിതങ്ങളൊന്നും ആരോട് കളവറിയല്ല. അപ്പം ഈ കളവ് പറയല്ല എന്നുള്ള വരിക്ക് ഇപ്പോഴും ജീവനുണ്ട്. കളവ് പറയല്ല എന്ന ഉപദേശത്തിന് ഇത്രമേൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ റിസൾട്ട് ഉണ്ട്. നമ്മളെ നാവ് സത്യത്തിൻ്റെ നാവാണ്. ഒരു തവണ നമ്മൾ ഭാര്യനോട് കളവ് പറഞ്ഞാൽ പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളോടുള്ള വിശ്വാസം കുറയും. ഒരു തവണ നമ്മൾ പറഞ്ഞത് കളവാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായാൽ പിന്നെ എന്തോ ഒന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സത്യം മാത്രം പറയാം. ആരോടും ഒരാളോടും കളവ് പറയാതിരിക്കുക. മോനെ അബൂദർറെ അത് ശ്രദ്ധിക്കണം. അടുത്തത് വഅല്ല അഖാഫ ഫില്ലാഹി ലൗമത ലായിം. ആരുടെയും ആക്ഷേപം നീ പരിഗണിക്കണ്ട. മോനെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ അയാൾ ട്രോളുന്നുണ്ടല്ലോ, പരിഹസിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ എതിരായല്ലോ, അത് നോക്കണ്ട. അതാണ് നേരത്തെ പറഞ്ഞത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ലോകത്തൊന്നും ചെയ്യൂല, ഉറപ്പല്ലേ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം. അപ്പോൾ നാട്ടുകാർ ചിലപ്പം പറയും
അയാൾ ഇന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, ഇയാൾ അങ്ങനെയാണ്. അതെന്തിനാണ് നമ്മൾ നോക്കണത്? നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാവും. നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാവുക. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ്. എന്താ ഇബ്നു ദഖീഖ് ഇത് ചെയ്തത്, ഇത് പറഞ്ഞത് എന്ന് അള്ളാഹു എങ്ങാനും പരലോകത്ത് ചോദിച്ചാൽ ഇല്ല ആയതത്തോ ഇദ്ദല്ലാഹി തആല ജവാബൻ, അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് ഉത്തരവുണ്ട്. ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാണ്, വേറെ ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാകാൻ പാടില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആര് നമ്മളെ പരിഹസിച്ചാലും ആര് നമ്മളെ കളിയാക്കിയാലും അതൊന്നും നമ്മൾ പേടിക്കണ്ട. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. റിസൾട്ട് എന്തെന്നുള്ളതല്ല. നൂഹ് നബി അലൈഹി സ്വലാം ഇത്രയും കൊല്ലം പ്രബോധനം നടത്തിയിട്ട് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെയല്ലേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടെന്ന പ്രശ്നം നൂഹ് നബിക്ക് വല്ല സ്ഥാനവും കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇത് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടിയാവും. അതിന് റിസൾട്ട് ഇല്ല, റിസൾട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ സന്തോഷവും ദുഃഖമൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. അതിനാണ് മുഖ്ലിസ് എന്ന് പറയുക. ആരാണ് മുഖ്ലിസ്? മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ. ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ ജാമിഉൽ ഉലൂം വൽ ഹികമിൽ കാണാം, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടക്കുന്നവനെ പോലെ. എന്താ മണലിലൂടെ നടക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ? മണലിലൂടെ നടന്ന ആള് നടന്നതിൻ്റെ അടയാളം ഉണ്ടാവും, ശബ്ദം ഉണ്ടാവില്ല. എന്ന പോലെ നമ്മൾ ജീവിച്ചതിന് കുറേ അടയാളം ഉണ്ടാവുക, കുറേ യൂണിറ്റ് ഉണ്ടാക്കുക, കുറേ പ്രവർത്തകരെ രൂപപ്പെടുത്തുക, കുറേ ആൾക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു കൊടുക്കുക. എല്ലാ ആൽബത്തിലും നമ്മളെ ഫോട്ടോ ഉണ്ടാവണമെന്നോ എൻ്റെ പേര് അവിടെ ഉണ്ടാവണമെന്നോ ആ ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവരുത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാവും. അതാ വേണ്ടത്. ഉവൈസിനെ നമ്മളിവിടെ ഓർത്തില്ലേ? QD സെക്രട്ടറി ആയ ഉവൈസ് മോനെ നമ്മളിവിടെ ഓർത്തു. അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ. ഉവൈസിന് ദുആ ചെയ്യണം, ഉവൈസിൻ്റെ പ്രവർത്തനത്തെ പറയണമെന്ന് ആരാ പറയണത്? ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്. അബ്ദുള്ള ഉസ്താദിൻ്റെ ഹൃദയത്തിൽ ഉവൈസ് എങ്ങനെയാണ് ഇടം നേടിയത്? ഫത്ഹുൽ മുഈൻ ദർസിൽ സജീവാണ്. കുറേ പ്രവർത്തകരെ എത്തിക്കാൻ ഉത്സാഹം കാണിക്കുന്ന മോനാണ്. ഈ ദർസ് വിപുലപ്പെടുത്തണം എന്ന് കരുതുന്ന മോനാണ്. കണ്ടോ, കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ കുറേ കാലത്തെ ദുആ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉവൈസ്. കൂട്ടുകാരെ, ഉവൈസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. നമ്മളും ജീവിതത്തിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ അയാൾ വലിയ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ എത്തണമെന്നൊന്നുമില്ല. അയാൾക്ക് അള്ളാഹു കൊടുക്കും, പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇഖ്ലാസുള്ള പ്രവർത്തകരാവുക. വേറൊന്നിനും വേണ്ടിയല്ല, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മളൊരു ഉസ്താദിനെ സ്നേഹിക്കേണ്ടത് എന്തിനാണ്? നമ്മളൊരു തങ്ങളെ എന്തിനാണ് സ്നേഹിക്കേണ്ടത്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ വീട് ഉദ്ഘാടനത്തിന് തങ്ങളാണ് വന്നത് എന്ന് നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം പറയാനല്ല. അല്ല, അങ്ങനെയുണ്ട് ചില ആൾക്കാർ. വദുആഉൽ മുരീദ്, ചിലരങ്ങനെ ക്ഷണിക്കും. ആരെ? അൽ ഉലമാ വൽ ഉമറാ, ആലിമീങ്ങളെയും നേതാക്കളെയും. എന്തിന്? ഹുളൂരി വലീമത്തിഹി, ഹൗസ് വാമിങ്ങിന്, മോളെ കല്യാണത്തിന്. എന്തിനാണ്? ലിയശ്റഫി ഖുലൂബിന്നാസ്, നാട്ടുകാർ മുമ്പെന്ന് എൻ്റെ 4 മക്കളുടെ നിക്കാഹും ഉസ്താദാണ് കഴിച്ചത്, തങ്ങൾ വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസ് ഡയലോഗിനാണ് അവർ ഈ സ്നേഹിച്ചതും തക്കാഫുൽ കൊടുത്തതും. എങ്കിൽ മോനെ, വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, നീ നശിച്ചു പോകാൻ അത് മതി. ഷഹറാൻ ഇമാമിൻ്റെ അൽ കൗകബു ഷാഹിഖ് ഫിൽ ഫർഖി ബൈനൽ മുരീദി സ്വാദിഖ് വഗൈരി സ്വാദിഖിൽ കാണാം. അങ്ങനെ ഉണ്ടാവരുത്. നമ്മളൊരു ആലിമിനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ലിയത്തബറക ബിഹി, ബർക്കത്തിന്, വേറെ ആരെയും കാണിക്കാനല്ല. ഇത്ബാനബിന് മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബിയെ എൻ്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു തരുമോ? എന്തിന്? ബർക്കത്തിന്. തങ്ങൾ നിസ്കരിച്ച സ്ഥലം നമുക്കിനി എല്ലാ കാലത്തും നിസ്കാരത്തിനൊരു സ്ഥലമായി തുടരാനാണ്. ഫതുഹുൽ ബാരി വെച്ച് നോക്കൂ നിങ്ങൾ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത്? പ്രത്യേകിച്ച് ഉഖറവിയായി ചെയ്യേണ്ട ഒരു കാര്യം ദുന്യവിയായ കാര്യത്തിന് വേണ്ടി ചെയ്താൽ, ഷഹറാൻ ഇമാമിൻ്റെ തംബീഹുൽ മുഖ്തരീം പറയുന്നു, അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ കൽബ് ചത്തു. അപ്പോൾ ഒരു വലിയ ഉസ്താദ്, ഒരു തങ്ങൾ നമ്മളെ വീട്ടിലേക്കോ പരിപാടിക്കോ വന്നെന്ന് വരും, ഈ സ്റ്റേജിലേക്ക് വന്നെന്ന്. ആ വീട്ടിൽ നിന്ന് വെള്ളവും ഭക്ഷണമൊക്കെ യഥേഷ്ടം കഴിച്ചിട്ടാണ് വന്നത്. 3 സ്റ്റെപ്പ് നടന്ന സ്റ്റേജുമിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുക്കുമ്പോൾ ഈ തങ്ങൾ ഉസ്താദ് കുടിച്ചാൽ
അവർ നടത്തുന്ന ദഅവത്തിന് ഊർജ്ജമായാൽ എനിക്കത് മതിയല്ലോ എന്ന പ്രതീക്ഷയാണെങ്കിൽ അത് മതി മോനെ, അത് മാത്രം മതി നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ. സാധാരണ ഒരു മുഅ്മിന് വെള്ളം കൊടുത്താൽ തന്നെ റഹീഖുൽ മഖ്തൂമാണ് ഓഫർ. നായക്ക് വെള്ളം കൊടുത്താൽ സ്വർഗം കിട്ടിയില്ലേ? ഇല്ലേ? നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടി. സാധാരണ ഒരു മുഅ്മിന് കൊടുത്താൽ റഹീഖുൽ മഖ്തൂം, സ്വർഗത്തിൽ ഓഫറാണത്. അപ്പോൾ ഒരു ആലിമിന്, ഒരു തങ്ങൾക്കോ കൊടുത്താൽ പിന്നെ പറയാനുണ്ടോ? ഇൽമിൻ്റെ അഹ്ലുകാർക്ക് കൊടുക്കണതിന് ഇൻറ്റു 9 ലക്ഷമാണ് പ്രതിഫലം. ഇൻറ്റു 9 ലക്ഷം അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ്? ആ പ്രതിഫലം വേറൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ, വെള്ളം കൊടുക്കുമ്പോൾ വേറൊരാളെ ഫോട്ടോ, ആ ഫോണോണ്ടല്ലടോ മറ്റേ ഫോൺ, കാരണം ഈ സാധാ ഫോണിനടുത്ത് എൻ്റെ കറുപ്പ് ശരിക്ക് കാണും, കൊടുക്കും. ഈ നാടകമാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ പോയില്ലേ മക്കളെ? എന്തിനാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണത്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല ഒരാൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? റിയാഇൻ്റെ അടയാളം എന്താണ്? അയാൾ രഹസ്യത്തിൽ തീരെ ഇബാദത്ത് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നു അയാൾ, ഫാത്തിഹ ഓതി സൂറത്തില്ല, റുക്കൂം സുജൂദെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ എണീറ്റ് ആരെങ്കിലും തോണ്ടിയാൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ ഗൈഫ പാസ്സായി കിട്ടും. അതെന്തിനാ ഒരു അലം തറ ഗൈഫ? ബേക്കിൽ ആളുള്ളതുകൊണ്ട്. അതെന്താ ഒന്നാമത്തേൽ ഓതാതിരുന്നത്? ബേക്കിൽ ആളില്ല. നീയല്ലേ തുടങ്ങുമ്പോൾ പറഞ്ഞത് മുമ്പിലത്തെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കണത് അല്ലേ? മോനെ, ഇസ്തിവാ ഉസ്സിരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ദോനോ ബറാബർ ഹേ, തുല്യമായിരിക്കണം. അത് വേണം. രണ്ടാമത്തത്, ഒരാൾക്ക് റിയാ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് വല്ല ആക്ഷേപവും വന്നാൽ അയാൾ പൊട്ടിത്തെറിക്കും. അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ ബലൂൺ സൂചി കുത്തിയ പൊട്ടിത്തെറിക്കും എന്ന പോലെയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പടക്കളത്തിൻ്റെ പുറത്തുനിന്ന് സ്വഹാബത്ത് നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, ഹൂ, എന്തൊരു സജീവ പ്രവർത്തകൻ, ഓടിച്ചാടി നടക്കുന്ന പ്രവർത്തകൻ, അയാൾക്കൊക്കെ സ്വർഗ്ഗമായിരിക്കൂലേ? നബി തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഓവറാക്കണ്ട, ഹുവ ഫിന്നാർ, മൂപ്പര് നരകത്തിലാണ്. ആന്ത നബിയെ കണ്ടോളി, എന്താണ്? സജീവമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാൾ പെട്ടെന്ന് മൂപ്പരിക്ക് ഒരു മുറിവേറ്റു. യുദ്ധത്തിൽ മുറിവല്ലാണ്ട് പിന്നെ പയമ്പരി കിട്ടൂലല്ലോ, ഉറപ്പല്ലേ? സംഘടനാ പ്രവർത്തനത്തിൽ കുറേ ആക്ഷേപവും ട്രോളൊക്കെ തന്നെ ഉണ്ടാവും, ഉറപ്പല്ലേ? എല്ലാവരും സുന്നി വോയിസിന് ചേരുകയും ചെയ്യില്ല, ചേർന്ന് എല്ലാവരും പൈസയും തരില്ല, ഉറപ്പന്നല്ലേ? അതതിൻ്റെ ഒരു സ്വാഭാവികതയല്ലേ? അതൊക്കെ തന്നെയല്ലേ ഇതിൻ്റെ ഒരു ത്യാഗം എന്ന് പറയണത്. പരവതാനി വിരിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയാണോ സുൽത്താനുൽ മുസ്താദ് ഈ വലിയ സമുച്ചയം നമുക്കുണ്ടാക്കി തന്നത്? യുദ്ധത്തിൽ മുറിവേറ്റ സമയത്ത് മൂപ്പര് വാള് കുത്തനെ വെച്ചിട്ട് അതിൽ ജമ്പ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ കൗൺസിലിന് ചോദ്യം ചെയ്തതിന് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു എന്നാണ് അതിൻ്റെ മലയാളം. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മൂപ്പർക്കെതിരൊന്നും പറഞ്ഞൂടാ, പിന്നെ മൂപ്പര് ചൂടാവും. ഞാനില്ലാതെ ഒറ്റ പോക്ക രാജിക്കത്തുണ്ടാവും. ഇതൊന്നും അല്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇഖ്ലാസ് അതല്ല. പിന്നെ യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റണം. അതാണ് ഇഖ്ലാസ്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതുഅദിൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവും. ഏഴാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ആശയസമ്പുഷ്ടമായ ഹദീസിലെ ഏഴാമത്തെ കാര്യം, മോനെ അബൂദർ വഅമറനി അൻ നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹുന്ന മിൻ കൻസി തഹ്തൽ അർശ്. മോനെ അബൂദർറെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ മോനെ അധികരിപ്പിക്കണം. അത് അർശിൻ്റെ ചുവട്ടിലുള്ള നിധിയാണ്. എന്താണ് ഈ നിധി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം? ആഖിറത്തിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് അത്. ദിക്ർ ഉണ്ടാവണം നമുക്ക്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, കൂടുതൽ ദിക്ർ ചൊല്ലുന്നവർക്ക് അള്ളാഹു വെച്ച സമ്മാനമാണ് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ, അവർക്ക് അള്ളാഹു ദോഷങ്ങൾ പൊറുക്കും, അവർക്ക് വലിയ പ്രതിഫലം എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നതാണ് അയ്യൽ ജന്ന, അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും. എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പിൽ നെരിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ നെരിക്കോട് ഉസ്താദ് എന്ന പേരിലുള്ള മഹാനെ നമുക്കൊക്കെ അറിയാം. ഇവിടെയുള്ള വലിയ വലിയ ഉലമ എല്ലാം പലപ്പോഴും അവിടുത്തെ പരിപാടിക്ക് നേതൃത്വം നൽകാൻ വന്നിട്ടുണ്ട്. കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് എന്ന പ്രിയപ്പെട്ട ഉസ്താദ് നെരിക്കോട് ഉസ്താദിനെ കുറിച്ച് പറയാറ് തന്നെ
അവരുടെ മരണം തന്നെ അവർ വലിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ചിത്താർ ഉസ്താദ് അങ്ങനെ എല്ലാവരെയൊന്നും ഒറ്റയടിക്ക് അംഗീകരിക്കുന്ന ഒരു രീതിയല്ല ഉസ്താദിൻ്റേത്. അവരുടെ മരണം തന്നെ, വഫാത്ത് തന്നെ അവർ വലിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു നെരിക്കോട് ഉസ്താദിൻ്റെ വഫാത്ത്? നെരിക്കോട് ഉസ്താദ് എപ്പോഴും ദിക്റാണ്. ജലാലിയ റാത്തീബിന് ദിക്ർ നേതൃത്വം നൽകിയും അത് പലയിടങ്ങളിൽ സ്ഥാപിച്ചും ഒരുപാട് ദിക്ർ ചൊല്ലിയ മഹാനാണ്. റമദാനിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ പള്ളിയിൽ ദിക്ർ ചൊല്ലി മുഅ്മിനീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തിട്ട് വേറെ വഫാത്താകാണ്. സാധാരണ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് നാട്ടുകാർ ദിക്റല്ലി കൊടുക്കലല്ലേ, ഇത് നാട്ടുകാർക്ക് മഹാനവറുകൾ അങ്ങോട്ട് ദിക്റല്ലി കൊടുത്ത് വഫാത്താവുകയാണ്. നമ്മളെ നാട്ടിലുള്ള ഒരു സംഭവങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്ക് നല്ല നിലക്ക് മരണപ്പെടണം. നമ്മൾ 1.5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 2 വയസ്സ് മുതലൊക്കെ ആവുമ്പോൾ അക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അറബിയിലും മലയാളത്തിലും കുറച്ച് കഴിഞ്ഞ് ഉറുദുവിലും മറ്റു ഭാഷകളിൽ സ്കില്ലുള്ളവർക്ക് അത്തരം ഭാഷകളിലൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒരു 3-4 വയസ്സാകുമ്പോൾ സംസാരങ്ങളൊക്കെ അടിപൊളിയായി, കുറച്ച് പക്വതൊക്കെ മെച്യൂരിറ്റിയൊക്കെ എത്തിയതിന് ശേഷം നല്ല സംസാരമായി. ഈ പ്രായം ഇപ്പോൾ ഉള്ള പ്രായം വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, കോടിക്കണക്കിന് പദങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഈ അക്ഷരങ്ങളൊക്കെ അവസാനിക്കുന്ന ലാസ്റ്റ് മൊമെൻറ്റ് മരണസമയമാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് മിണ്ടാങ്കയില്ല അല്ലേ? ആ ലാസ്റ്റ് സമയത്ത് അല്ലാ എന്നൊരു വിട്ടിട്ട് പോകാൻ പറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. ഈ ഹദീസ് അള്ളാഹു അതിനൊരു കാരണമാക്കി തരുമാറാവട്ടെ. ആ സമയത്താണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ പറ്റിക്കാൻ ശ്രമിക്കുക. ഇബ്ലീസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, പിഴപ്പിക്കാനുള്ള സർവ്വശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഒരു മുഅ്മിന് മരിക്കണ സമയത്താണ്. അതുകൊണ്ടാണ് ഒരാൾ ഈമാനോട് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹ് ആകാശലോകത്തേക്ക് പോകുമ്പോൾ ഷെഹ്റാനി ഇമാം തംബീഹുൽ മുഖ്തരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, മലക്കൾ അത്ഭുതത്തോട് ചോദിക്കുമത്രേ, പല സൂഫിയാക്കളും അടിപതറിപ്പോയ ഘട്ടം, പല വലിയോരും വീണുപോയ ഘട്ടമാണല്ലോ ആക്കിബത്തിൻ്റെ സമയം. കൈഫ നജ, ഇയാളെങ്ങനെ മരണസമയത്ത് രക്ഷപ്പെട്ട് ഈമാനോടെ മരിച്ചത്? അത്ഭുതത്തോട് ചോദിക്കും. ആ സമയം വലിയ പണിയാണ്. അതാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞത്, പലരുടെയും ഈമാൻ തെറ്റിപ്പോകുന്നത് മരണസമയത്താണ്. മരണസമയത്താണ്. എന്തുകൊണ്ടാണ് ഈമാൻ തെറ്റിപ്പോകുന്നത്? ഈമാൻ കിട്ടിയതിൽ ശുക്ർ ചെയ്യാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് തോന്നാണ് എൻ്റെ ഈമാനൊന്നും നഷ്ടപ്പെടില്ല എന്ന്. കാരണം എൻ്റെ ഈമാൻ എങ്ങനെ നഷ്ടപ്പെടുക? എൻ്റെ ഈമാൻ എങ്ങനെ നഷ്ടപ്പെടുക? എന്നെങ്ങാനും ഒരാൾക്ക് കിബറിൻ്റെ ചിന്ത വന്നാൽ മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബ, ആ ചിന്ത ഉള്ളവരുടെ ഈമാൻ തീർച്ചയായിട്ടും നഷ്ടപ്പെടുമെന്ന് ഈ വിഷയത്തിന് വേണ്ടി എഴുതിയ മുല്ലാലിൽ ഖാരി തങ്ങളുടെ റിസാലയിലുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് തോന്നാൻ പാടില്ല. അതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമുക്ക് ഏറ്റവും കൂടുതൽ പേടി വേണ്ടത് എൻ്റെ ഈമാൻ അള്ളാഹു ഊരിക്കളയോ എന്നുള്ള പേടി വേണം. പേടി വേണം. എൻ്റെ ഈമാൻ ഊരിക്കളയോ എന്നുള്ള പേടി വേണം. ഹജ്ജ് ക്ലാസ് എടുത്ത ആൾ ഈമാനില്ലാതെ മരിച്ചിട്ടുണ്ട്. നീണ്ട കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആൾ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. എത്ര ആൾ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. ഈമാനില്ലാതെ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ സ്വാലിഹായി ജീവിച്ച് ലാസ്റ്റ് ഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെടും എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ നല്ല ജീവിതം നയിച്ച ഒരാൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ രഹസ്യ ജീവിതത്തിൽ തെറ്റുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മരിക്കണ സമയത്ത് ഈമാനോടെ മൗത്താവാൻ നമുക്ക് പറ്റണം. അതിന് ദിക്റുണ്ടാവണം. നവവി ഇമാം റഹിമഹുല്ലാ പറഞ്ഞല്ലോ, രാവിലത്തെ സമയം അതിന് നമ്മൾ ഉപയോഗിക്കണം. രാവിലെ വലിയ ബർക്കത്തുള്ള സമയമാണ്. ആ സമയം ഉറങ്ങരുത് എന്ന് പറയുന്ന ക്ലാസ് കേട്ടതിന് ശേഷം ചിലർ ചായക്കടയിൽ പോയിട്ട് ഗീബത്തും നമീമത്തോ പറയില്ല. അതിനങ്ങാട്ടി നല്ല ഉറങ്ങുന്ന തന്നെയാണ്. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹിൽ കാണാം. നീ കോഫി ഷോപ്പിൽ പോയിട്ട് സമയം കളയാൻ പാടില്ല. നല്ല കിതാബ്, അതൊക്കെ നമ്മൾ വായിക്കേണ്ട കിതാബാണ്. മുത്തല്ലിങ്ങളോടാണ് പറയണത്, ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ്. സ്വാലിഹീങ്ങളോട് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കണ്ടൻറ്റ് തന്നെ. അതിൽ കാണാം വിഷയം. രാവിലെ തന്നെ ചായക്കടയിൽ പോയിട്ട് വെറുതെ സമാൻ കളയരുത്.
രാവിലെ ബറക്കത്തുള്ള സമയമാണ്. കുറേ ഔറാദുകളൊന്നും രാവിലെ ചൊല്ലാൻ പറ്റൂലെങ്കിലും ഒരു ദിക്റെങ്കിലും ചൊല്ലണം എന്നാ നവവി ഇമാമ് അല്ല അദ്കാറിൽ പറയണം. ഒരു ദിക്റെങ്കിലും, ഒറ്റൊരു ദിക്റെങ്കിലും ചൊല്ലണം. ഒറ്റൊന്നെങ്കിലും ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, ഒരു ബിസ്മില്ലാഹില്ലദിലാണ്. കാരണം അത്രയും ബർക്കത്തുള്ള സമയമാണ് രാവിലത്തെ സമയം. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദിക്ർ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഹുസ്നുൽ ഖാത്തിമ, ഈമാനോടുള്ള മരണം ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഹദീസിലുണ്ടല്ലോ യത്ബഉൽ മയ്യത്ത് സലാസ്, മൂന്നാളാണ് കൂടെ ഉണ്ടാവുക. ഒന്ന് നമ്മളെ സമ്പത്ത്, രണ്ടാമത്തെ നമ്മുടെ കുടുംബം, മൂന്നാമത്തെ അമൽ. സമ്പത്തും കുടുംബവും, സമ്പത്ത് വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോകും. കുടുംബം ഖബർ വരെ കുറച്ച് ആൾക്കാരെങ്കിലും ആണുങ്ങന്മാരിൽ നിന്ന് കുറച്ചാൾ വരും, അതും തിരിച്ചു പോകും. പിന്നെ നമ്മുടെ അമൽ മാത്രമേ ബാക്കിയുണ്ടാവും. ഈ ഹദീസിന് ചെറിയൊരു വിശദീകരണം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക. വിശദീകരണം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളാഹ് ഈ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ ഉണ്ട്. അതിൽ നിന്നാണ് ഈ വിശദീകരണം പറയുന്നത്. നമ്മുടെ കൂടെയുള്ള കുടുംബം, അവർ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർ വരെ വന്നിട്ട് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും തിരിച്ചു പോകും എന്നല്ല. മറിച്ച് നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തിയ മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഖബറിൽ ഉപകാരപ്പെടും. ഇല്ലാത്ത അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖൈറൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത അഹ്ലുകാരാണെങ്കിൽ അവർ തിരിച്ചു പോകും. അവിടെ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, മോനെ നീ മരിച്ചു കഴിഞ്ഞാൽ നീയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കൂട്ടുകാരും നാട്ടുകാരും നിൻ്റെ ഖബർ സ്വർഗ്ഗമാക്കാൻ ദ്വാരക്കാണ്. ഖബറും പുറത്ത് വന്നിട്ടും സുംറ സംഘടിപ്പിച്ചിട്ടും ഇബാദത്തൊക്കെ ചെയ്തിട്ട്. എന്നാൽ നിൻ്റെ അടുത്ത കുടുംബക്കാർ സ്വത്തോഹരി വെക്കുന്ന ഡേറ്റ് കൺഫേം ആക്കുന്ന തിരക്കിലാണ്. ആരാണ് നിനക്ക് ഉപകാരപ്പെടുന്നത് ഖബറിൽ എന്ന് നീ ചിന്തിക്കണം. ഉമ്മമാരെ, അഹ്ലുകാരിൽ ഇൽമിൻ്റെ അഹ്ലുകാരായാലേ ഫലം ഉണ്ടാവുള്ളൂ. കണ്ടിട്ടില്ലേ, ഹനഫി മദ്ഹബിൽ പിൽക്കാലത്ത് വന്ന വലിയ മഹാനാണ് ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ മഹാന് വളരെ വിലപിടിപ്പുള്ള കിതാബൊക്കെ കയ്യിൽ കണ്ടപ്പോൾ കൂട്ടുകാർ, ക്ലാസ്മേറ്റ്സായ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കിതാബുകൾ സംഘടിപ്പിക്കാൻ പറ്റിയത്? അതിന് പറയുന്ന മറുപടി, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ എത്ര കിതാബും ആവശ്യമുള്ളത് വാങ്ങിക്കോളി, ഉപ്പ കായ് കൊടുത്തോളാം, ഉപ്പ ക്യാഷ് കൊടുത്തോളാം. എൻ്റെ വാപ്പച്ചി വാങ്ങിത്തന്നാണ്. വാപ്പാക്ക് ഞാനൊരു ആലിമായി കെട്ടാൻ അത്രമേൽ പൂതിയുണ്ട്. അതന്നെ കാരണം. അതാണ് ഈ കിതാബുകളൊക്കെ കാണുന്നത്. ഈ വാപ്പ വഫാത്തായി. ഇബ്നുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രി ഉറങ്ങാൻ നേരത്ത് ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് വാപ്പാൻ്റെ ഖബറിലേക്ക് കൊടുത്തേക്കും. മരണപ്പെട്ടിട്ട് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ വാപ്പ മോൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, ജസാക്കല്ലാഹു ഖൈറാ, എന്ത് കൊടുത്തേക്കലാ മോന് കൊടുത്തേക്കണത്, എപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ, സമ്മാനം കിട്ടുന്നുണ്ട്, അത് തുടരണേ എന്ന് പറയുന്നുണ്ട്. കണ്ടോ, പൊതുവിൽ മനുഷ്യന്മാർ ഖബറിൻ്റെ ചാരത്തൂടെ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീനോ വല്ല ഫാത്തിഹ ഓതിയാൽ ഖബറിൻ്റെ പുറത്തേക്ക് എല്ലാവരും വന്നിട്ട് പൊറുക്കി എടുക്കും. എന്നാൽ ചില ആൾക്കാർ രാജാവിനെ പോലെ രാജ്ഞിനെ പോലെ ഖബറിൻ്റെ പുറത്തേക്കൊന്നും വരാണ്ട് ആ ഖബറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് വേണ്ട എൻ്റെ മോള് സ്പെഷ്യൽ കൊടുത്തേക്കും എനിക്ക്. കണ്ടോ, അങ്ങനെ കൊടുത്തേക്കുന്ന മക്കളുണ്ടാവണമെങ്കിൽ അതിനല്ലേ ഫത്തുൽ മുഈൻ ദർസ് എന്ന് പറയണത്. മക്കളെ അതിന് പറഞ്ഞേക്കണം എന്നല്ലേ ഈ വയല് മുഴുവൻ പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം. അതല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. ഈയിടെ ഒരു വയലിന് പോയപ്പോൾ അവിടെ മദ്രസൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. അതിൻ്റെ കലക്ഷന് സംഘാടകർ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു പെണ്ണുങ്ങളൊരു കവറിൽ 2000 രൂപ കൊടുത്തയച്ച്, ആ കവറിൻ്റെ ഉള്ളിൽ വേറൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ എഴുതി വെച്ച് എന്താ പറയുക, എൻ്റെ മകൻ ഒറ്റ മോനേ ഉള്ളൂ, 6ാം ക്ലാസ്സിലാണ് പഠിക്കണത്, എൻ്റെ ഭർത്താവ് മരിച്ചു, മോന് യത്തീമാണ്, ഈ മോനെ ഒരു ആലിമായി കിട്ടാനാണ് ഈ 2000 ഞാൻ കൊടുത്തേക്കണത്. പിന്നെ ആ പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, ഞാൻ മരിക്കണ സമയത്ത് എൻ്റെ ആലിമായ മോൻ്റെ മുഖം നോക്കി അവൻ ചൊല്ലിത്തരുന്ന ദിക്റും ചൊല്ലിയിട്ട് മരണപ്പെടണമെന്ന് പൂതിയുണ്ട്. ഓരോ ഉമ്മമാരുടെ ഒരു പൂതിയെ
കേട്ടോ. വേറൊരു സ്ഥാപനത്തിൻ്റെ പാരൻസ് പ്രോഗ്രാമിന് പോയപ്പോൾ പൊതുവിൽ സ്ത്രീകളായിരിക്കുമല്ലോ അത്തരം പ്രോഗ്രാമിൽ അധികം ഉണ്ടാവുക, ആണുങ്ങളുണ്ട് അത്യാവശ്യം. ലേഡീസ് വോളണ്ടിയർമാർക്കൊരു പരാതി, ഒരു പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നാസ്തിയും കഴിച്ചിട്ടില്ല. എന്താ ഇവിടെ ബിരിയാണി ആയതുകൊണ്ടാണോ, സാദാ ചോറ് വേണോ, വേണ്ട വേണ്ട, ഫുഡ് വേണ്ടേ, വേണ്ട, നോമ്പുണ്ടോ, അതിന് ഇന്ന് സൺഡേ ആണല്ലോ, പ്രത്യേകിച്ച് സുന്നത്തോമ്പിൻ്റെ ദിവസമൊന്നുമല്ല, അതെന്തേ നോമ്പുണ്ട്, ആ നോമ്പുണ്ട്, ഇന്നാ അതെന്തേ, ഞാൻ 3 മാസമായിട്ട് നോമ്പോ, അതെന്തേ, എൻ്റെ മോന് ഹിഫ്ലിന് പഠിക്കുന്നുണ്ട്, ഓന് ഈയിടെയായിട്ട് ഒരു ചെറിയ മടി, ഞാൻ നോമ്പ് 3 മാസത്തേക്ക് തീരുമാനിച്ചെടുക്കുകയാണ്, അത്താഴത്തിന് അള്ളാഹിനോട് ദ്വാരക്കും, ആകെ ഉള്ളതൊരു മോനാണ്, ഓനും കൂടി പാതി വഴിയിൽ നിർത്തിയാൽ എനിക്കാരും സ്വർഗത്തിലേക്ക് കൈപിടിക്കാനില്ല. ആ ഉമ്മാൻ്റെ ഒരു ആദ്യഖണ്ഡങ്ങൾ കണ്ടോ. ഒരു ആലിമായ മോന് കൈപിടിക്കണ പോലെ വേറെ ആരാ പരലോകത്തുണ്ടാവുക? ആലിമീങ്ങൾ സ്വർഗത്ത് പോകുമ്പോൾ അള്ള ചോദിക്കുമല്ലോ എവിടെ പോണത്, സ്വർഗത്തിലോ? അതിന് ഇപ്പോഴേ പോണത്? ഇഷ്ടക്കാരൊക്കെ കയറ്റിയിട്ട് പോയാൽ പോരെ, ഓഫർ ഉണ്ട് നിങ്ങൾക്ക്. ഇഷ്ടക്കാരിൽ ഉപ്പാ ഉമ്മാന്ന് വിളിക്കണ്ടേ നമ്മളെ മക്കൾ? വേണം. അതിനെ ആലിമീങ്ങളാക്കണം, മുത്താലിമീങ്ങളാക്കണം നമ്മളെ മക്കളെ. ആഹ്ലുകാർ ചിത്രത്തിൽ നിന്ന് അവർ ഖബറിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുമെങ്കിലും അവർ ചരിത്രം സൃഷ്ടിക്കണം മക്കളായിരിക്കും.